സൗദിയിൽ നിന്ന് ജലീൽ കണമംഗലം കൂടി ചേരുകയാണ്. ജലീൽ, അല്പസമയം മുമ്പ് ജലീൽ പറഞ്ഞത് സൗദിയിൽ ഇപ്പോൾ അങ്ങനെ ഭയപ്പെടാനുള്ള സന്ദർഭങ്ങളൊന്നുമില്ല, അത്തരത്തിലുള്ള ആശങ്കകളോ അത്തരത്തിലുള്ള ആക്രമണങ്ങളോ ഇല്ല, സ്ഥിതി ഏകദേശം ശാന്തമാണ് എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഇത് അവിടെ നോമ്പ് സമയമാണ്, ആൾക്കാർ പ്രാർത്ഥനകളിലൊക്കെ മുഴുകുന്ന സമയങ്ങളുണ്ട്, ഒപ്പം തന്നെ യാത്രകൾ ചെയ്യുന്നവരുണ്ട്. വിമാനത്താവളങ്ങളുമായും മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്? മാത്രവുമല്ല, GCC മേഖലയിൽ നിന്ന് പൊതുവായി നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? കൃഷ്ണ, GCC രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ആക്രമണം ഉണ്ടായെങ്കിലും വളരെ ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് എങ്കിൽ സൗദിക്ക് നേരെ ഉണ്ടായ 2 തവണ ഉണ്ടായ ആക്രമണം ഒഴിച്ചാൽ പിന്നീട് സൗദിക്ക് നേരെ കാര്യമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സൗദിയുടെ സ്ഥിതി ശാന്തമാണ്, ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഓഫീസുകളും വിമാനത്താവളങ്ങളും സ്കൂളുകളും അതുപോലെയുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പല വിമാന സർവീസുകളും റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല വിമാനയാത്രക്കാർ നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സൗദി ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ സ്വീകരിക്കാവൂ എന്ന് സൗദി ഈ സ്വദേശികളോടും വിദേശികളോടും വളരെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങൾ, അവയുടെ പരിസരങ്ങൾ എന്നിവയുടെ ദൃശ്യങ്ങൾ ഒരു നിലയ്ക്കും പകർത്താനോ അത് പ്രചരിപ്പിക്കാനോ പാടില്ല, അത് പങ്കുവെക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് സിവിൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളോ ആവട്ടെ, അത് ഏത് സ്ഥാപനങ്ങളായാലും അതിന്റെ ഒന്ന് ഫോട്ടോ എടുക്കാനോ അത് പ്രചരിപ്പിക്കാനോ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും, സൗദി ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇറാനെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇറാനെ ആക്രമിക്കാൻ ഒരു നിലയ്ക്കും സൗദിയും അതോടൊപ്പം തന്നെ UAE-യും തങ്ങളുടെ മണ്ണോ വ്യോമപാതയോ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇറാൻ സൗദിക്ക് നേരെയും UAE-ക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തി എന്നത് ഈ രാജ്യങ്ങളെയൊക്കെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ, ചർച്ചകളും ഒക്കെ ഈ ഗൾഫ് രാഷ്ട്ര നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്താണ് യമനിലെ ഹൂത്തികൾ ഇറാന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും ഈ ഇറാനുമായുള്ള ബന്ധം, ഗൾഫ് രാജ്യങ്ങളുടെ ബന്ധം വഷളായി കഴിഞ്ഞാൽ ഹൂത്തികൾ മുമ്പത്തെ പോലെ ഹൂത്തികളിൽ നിന്നുള്ള ആക്രമണം, ഇറാൻ ഹൂത്തികൾ വഴി നടത്തുന്ന ആക്രമണം വീണ്ടും ഉണ്ടാവുമോ എന്ന ആശങ്കയൊക്കെ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ഏതായാലും ഇന്ത്യക്കാരുൾപ്പെടെ എല്ലാവരോടും ജാഗ്രത പാലിക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയിലെ വിമാനത്താവളങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വിമാനത്താവളങ്ങളിൽ എത്തിയ പല ആളുകളും അവിടെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിൽ ഗൾഫ് GCC പൗരന്മാരെ മുഴുവനും തങ്ങളുടെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് താമസവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒക്കെ നൽകണം എന്ന് സൗദി കിരീടാവകാശിയും അതോടെ സൗദി രാജാവ് സൽമാൻ രാജാവും ഒക്കെ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും തമ്മിൽ ചർച്ച നടന്നത്. ഈ സൗദിക്ക് നേരെയും മറ്റു GCC രാജ്യങ്ങൾക്ക് നേരെയും ഉണ്ടായ ഇറാൻ ആക്രമണങ്ങളെ വളരെ ശക്തമായി ട്രംപ് അപലപിച്ചു. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ട്രംപ് സൗദിക്ക് വാഗ്ദാനം ചെയ്തു. പൂർണ്ണമായിട്ടും സൗദിക്കൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കും എന്നാണ് ട്രംപ് സൗദി കിരീടാവകാശിയെ അറിയിച്ചിരിക്കുന്നത്. ഏതാനും UAE പ്രസിഡന്റ്, ബഹ്റൈൻ രാജാവ്, ഖത്തർ അമീർ, ജോർദാൻ രാജാവ്, കുവൈറ്റ് അമീർ തുടങ്ങിയ രാഷ്ട്ര നേതാക്കളുമായൊക്കെ സൗദി കിരീടാവകാശി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒമാൻ, സിറിയ, മൊറോക്കോ തുടങ്ങിയ രാഷ്ട്ര നേതാക്കളുമായൊക്കെ കിരീടാവകാശി സംസാരിച്ച് ഈ മേഖലയിലെ സാഹചര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും സൗദിയുടെ എല്ലാ സംവിധാനങ്ങളും ഈ സൗദിക്ക് വേണ്ടിയും സൗദി സഹോദര രാജ്യങ്ങൾക്കുമായി വിട്ടു നൽകാൻ സൗദി അറേബ്യ തയ്യാറാണ് എന്ന് സൗദി കിരീടാവകാശി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സൗദിയുടെ മണ്ണും അതോടൊപ്പം തന്നെ സൗദി സ്വദേശികളുടെയും സൗദിയിലുള്ള വിദേശികളുടെയും ഒക്കെ സംരക്ഷണം ഉറപ്പാക്കേണ്ട ഒരു ചുമതല സൗദിക്കുണ്ട്. അത് സൗദി ചെയ്യുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. കൃഷ്ണ.
ശരി, ജലീൽ കടമംഗലമാണ് സൗദിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.